സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അപരന്മാർ വീണ്ടും സജീവം. പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് ആശങ്ക. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണ സമയപരിധി അവസാനിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയായി അപരന്മാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഒരേ പേരുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സര രംഗത്തിറക്കുന്ന തന്ത്രം ഇത്തവണയും ശക്തമായി തുടരുന്നു. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ പി രാജീവ്, പി എം മുഹമ്മദ് റിയാസ്, മുൻ മന്ത്രി ജി സുധാകരൻ, പി വി അൻവർ, കോൺഗ്രസ് നേതാക്കളായ കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കെല്ലാം സമാന പേരുകളുള്ള അപരന്മാർ വെല്ലുവിളിയായി ഉയർന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം, വിപണിയിൽ വീണ്ടും ആശങ്ക. പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾ നടന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുവെങ്കിലും അത്തരമൊരു ചർച്ച നടന്നിട്ടില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഇതോടെ ഇന്നലെ ഇടിഞ്ഞ ക്രൂഡ് ഓയിൽ വില വീണ്ടും $100 ഉയർന്നു. സ്വർണ്ണവിലയും ഉയരുമ്പോൾ ഓഹരി വിപണിയിൽ വീണ്ടും ആശങ്കയുടെ കരുനീൽ വീണിരിക്കുകയാണ്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ 5 ദിവസം ആക്രമണം നടത്തിയില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. ഇതോടെ വിപണികൾക്ക് താൽക്കാലിക ആശ്വാസം ലഭിച്ചിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ഉയർന്ന ക്രൂഡ് ഓയിൽ വിലയും ആഗോള സാമ്പത്തിക ആശങ്കകളും കുറയുമെന്ന പ്രതീക്ഷയിലായിരുന്നു നിക്ഷേപകർ. എന്നാൽ US-ഉമായുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന ഇറാന്റെ പ്രതികരണവും പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ ആക്രമണവും നിക്ഷേപകരെ വീണ്ടും ആശങ്കയിലാഴ്ത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ കുത്തനെ ഇടിഞ്ഞ ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് ആശ്വാസ റാലി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നേട്ടം തുടരാനാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയരുകയും സ്വർണ്ണവില ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നതിന് പ്രധാന കാരണം നിക്ഷേപകരിലെ അനിശ്ചിതത്വമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. IPL 100-ലധികം മത്സരങ്ങൾ, പക്ഷേ കിരീടമില്ല. IPL 19ാം സീസൺ ആരംഭിക്കുമ്പോൾ രോഹിത് ശർമ്മ, MS ധോണി പോലുള്ള താരങ്ങൾ കിരീടങ്ങൾ നേടിയതിലൂടെ ശ്രദ്ധേയരായപ്പോൾ 100-ൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടും കിരീടം നേടാനാകാതെ ചില ഇന്ത്യൻ താരങ്ങളും ശ്രദ്ധേയരാണ്. വിരാട് കോഹ്ലി, KL രാഹുൽ, അമിത് മിശ്ര, യൂസഫ് പാത്തൻ, ദിനേശ് കാർത്തിക് എന്നിവരാണ് ആ പട്ടികയിലുള്ള പ്രമുഖർ. മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിട്ടും ടീം വിജയവും ഭാഗ്യവും കൂടെയില്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് ഇതുവരെ കിരീടം അകന്നത്. വനിതാ സംവരണം, സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ഭേദഗതി ബില്ലെത്തും. ന്യൂഡൽഹി പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ നിയമപ്രകാരം ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും 33% വനിതാ സംവരണം വേഗത്തിലാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ഈ ആഴ്ച പാർലമെന്റിൽ എത്താൻ സാധ്യതയുണ്ട്. 2011-ലെ സെൻസസിനെ അടിസ്ഥാനമാക്കി സംവരണം നടപ്പാക്കാനാണ് നീക്കം. ഇതോടെ ലോക്സഭാ സീറ്റുകൾ 543-ൽ നിന്ന് 816 വരികയും വനിതാംഗങ്ങളുടെ എണ്ണം 273 വർദ്ധിക്കുമെന്നും കണക്കാക്കുന്നു. അതേസമയം കേരളത്തിൽ ലോക്സഭാ സീറ്റുകൾ 30 നിയമസഭാ അംഗബലം 210 ഉയർന്നേക്കും. കോന്നിയിൽ പ്രസംഗത്തിനിടെ ചോദ്യം, പിന്നാലെ വിശദീകരണവുമായി യുവാവ്. കോന്നിയിൽ LDF സ്ഥാനാർത്ഥി KU ജിനീഷ് കുമാറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടെ ഒരാൾ ചോദ്യമുയർത്തിയത് ചെറിയ ഇടവേള സൃഷ്ടിച്ചു. CMA ഒരു ചോദ്യം എന്ന് വിളിച്ചപ്പോൾ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സൂചന പ്രകാരം പോലീസുകാർ ചോദ്യം ചോദിച്ചയാളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് അട്ടച്ചകൽ സ്വദേശിയായ ദാസ് P ജോർജ് വിശദീകരണവുമായി രംഗത്തെത്തി. പ്രസംഗത്തിനിടെ ചോദ്യം ചോദിച്ചത് തെറ്റായി പോയെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ വിഷമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഫണ്ടിനെ കുറിച്ചാണ് ചോദിക്കാൻ ശ്രമിച്ചതെന്നും താൻ പാർട്ടി അനുഭാവിയാണെന്നും ദാസ് വ്യക്തമാക്കി. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.